ഉടമ്പടിയുടെ ബേസിക് ഇത് നമ്മൾ ഒറ്റയില്ല. കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെയല്ലേ. ആദ്യകാലം പോലെ ഇപ്പോൾ പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താ പറയണത്? മനുഷ്യന് ഏകനായിരിക്കണത് അതൊരു നല്ല കാര്യമല്ലേ. കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് വരും. കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം ഈ മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങനെ തുടരാൻ പാടാണ്. അതിനെന്ത് ചെയ്യും? അതിന് മനുഷ്യൻ രണ്ട് കാര്യം ചെയ്യും. ചില ആൾക്കാർ ചേർന്ന ഇണയെ മനുഷ്യമാടുന്നതിനെ കണ്ടെത്തും. ഭൂരിപക്ഷം പേര് അങ്ങനെ ചെയ്യും. ഞങ്ങളെപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവസാന്നിധ്യം കണ്ടെത്തും. പക്ഷെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ജയിക്കണ പാടിൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകണമെന്നല്ല ഞാൻ പറയണത്. അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ, ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാലും ശരി, ഇണ ഉണ്ടെങ്കിലും ചില സമയത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവികതയിൽ അതില്ല. ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ഗ്യാരണ്ടീഡാണ്. പക്ഷേ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരണ്ടീഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ശരിക്കും റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തേക്കാൾ പാടായിട്ട് വരും. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മറ്റു സ്ത്രീകളുമായിട്ട് അങ്ങ് ബന്ധമുണ്ട്, അവിശ്വസ്തതയാണെന്ന് പറഞ്ഞു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജീവിത പങ്കാളി കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എന്നാലും ആ ചേട്ടൻ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 43. ഞാൻ പറഞ്ഞ കണ്ടാൽ 63 തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? എന്താ അങ്ങനെ പറഞ്ഞത്? അത് ശരിയാണ്. ഞാൻ പോയി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോയി ഡൈയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവത്തിലിരിക്കുകയും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ, മര്യാദയ്ക്ക് ജീവിക്കാവേ. നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത പങ്കാളി തേടി പോകുന്നത് എന്തുകൊണ്ടാണ്? പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ താക്കോൽ പോയിട്ട് കൃപാസന വാതിക്കുമെന്ന് നോക്കിയാൽ താക്കോൽ കിട്ടുക. അതാണ് പ്രശ്നം. നിങ്ങൾ ചെയ്യാനുള്ള സംഭവം. ഞാൻ ഇവിടെ ചേച്ചിയോട് പച്ച നടത്തി പറഞ്ഞു, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ അവിടെ തന്നെ കാര്യങ്ങൾ പറയും. ദൈവികമായ കാര്യങ്ങളാണ് ദൈവികമായിട്ട് സംസാരിക്കും, മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും. ഇപ്പോൾ പണ്ട് ഞങ്ങൾ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി. നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നം വന്നത്, ഇനിയിപ്പോൾ എന്നാ നോക്കാനാണ്, കെട്ടി കഴിഞ്ഞത് പറയുകയും ചെയ്ത്, ഇനിയിപ്പോൾ ആരാ ബോധിപ്പിക്കാനാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോകുകയല്ല ഞാൻ. പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരുന്നത്. വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ്. ഈ കെട്ടിയവളെയും കെട്ടിയവരെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വൃത്തിമേനോട് ജീവിക്കണം, ബോഡി കറക്റ്റ് ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്. ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി കറക്റ്റായി നിൽക്കുക, അത് ഭംഗിയായിട്ടിരിക്കുക, ഷേപ്പായിട്ടിരിക്കുക. ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തിൻ്റെ കടമയുടെ ഭാഗമാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് ദൈവദൃശ്യത്തിനെതിരെ ഈ വിഷയം അവരാദ്യമായിട്ട് വെക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതിനെ കൊന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയിപ്പോൾ 2 പിള്ളേരായിപ്പോയി, ഇപ്പം എന്നാ നോക്കാനാ, ആരെ ബോധിപ്പിക്കാനാണെന്ന്. ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ? ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും? പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു ഇറക്കം എടുത്തു നോക്കിക്കുക. പഞ്ചായത്തുകാർ അപ്പോൾ എന്തെങ്കിലും പറയും, ബോധിപ്പിക്കാൻ ജീവിക്കാം. പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ച് മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത് ബുദ്ധിപൂർവമായിട്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ആധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചില മനുഷ്യർ ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും. അപ്പോൾ അവരോട് നിങ്ങൾ ഓർക്കും, ജോസഫ് എന്താ ഇങ്ങനെ ജഡികമായിട്ട് സംസാരിക്കണമെന്ന് ചോദിക്കും. ചിലങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും, ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം? ഇതിങ്ങനെ തന്നെയാണ് എൻ്റെ ഉത്തരം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാർ പലരും
ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല. ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, അവർ വേറെ ജീവിത പങ്കാളിത്തർക്ക് പോകത്തില്ലല്ലോ, ഇല്ലേ? നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ പോകത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരില്ലേ? ഉണ്ടല്ലോ. അതായത് വചനെടുത്ത് 1 കൊറിന്ത്യൻസ് 2:14 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. 1 കൊരിന്തോസ് 2:14 ലൗകിക മനുഷ്യന് അതേ കിടക്കണം. എന്താണ് സംഭവം? ലൗകിക ഒന്ന് പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ വേറെ ചെടുത്തിമാരെ തിരക്കി പോണ ആ മനുഷ്യനോട് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞ ഏക്കുക. എന്താ? അയാൾ ലൗകിക മനുഷ്യനാണ്. അയാൾ ചിലപ്പോൾ കത്തോലിക്കനാകാം, പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ്. കാര്യം എന്താണ്? യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല. ഉറപ്പല്ലേ? പിന്നെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാനാകണം. ക്രിസ്തുവിനെ സ്വീകരിച്ച ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്ത് വായിച്ചു? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ 1 കൊരിന്ത്യൻസ് 2:14 ഏറ്റു പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പൊ ഈ സീറോ ആയിട്ടുള്ള വിശ്വാസത്തെ ഉള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ, കാര്യം ഇന്ന് സീറോ ഫെയ്ത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഉടമ്പടിയിൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം 8ാം ക്ലാസ് വെച്ച് 6ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ, ഇല്ലേ? അവർക്ക് 10ാം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്കൊരു പ്രൊവിഷൻ കൊടുക്കും. എന്താണ്? 10ാം ക്ലാസ് നിങ്ങൾക്ക് എഴുതാവുന്ന. ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഉണ്ടൊരു നിയമം, അല്ലേ? ഇതുപോലെ തന്നെയാണ് BAയും MAയും ഒക്കെ. അവന് +2 പണ്ട് പാസ്സായതാണ്. പിന്നെ കുറേ കാലത്ത് ഗ്യാപ്പ് വന്നുപോയി. ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് MA എഴുതാനുള്ള അനുവാദം കൊടുക്കും. ഉടമ്പടി ഇതാണ് സംഭവം. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ, നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരുന്നില്ലെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് 40 വയസ്സുണ്ട്. പക്ഷെ 40 വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിൻ്റെ മാലാഖ്യം കലാപരിപാടിയൊക്കെ കയ്യിലുള്ളു. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 8 വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ചയേ ഉള്ളൂ. വയസ്സ് 40-40 നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡിക വളർച്ച, ജഡിക വയസ്സ് ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ 5 ഇരട്ടിയാകാം. 8×5 40. 8 വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 8 വയസ്സെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഖി കാര്യങ്ങളൊക്കെ പഠിക്കണം, വേദപുസ്തകം പഠിക്കണത്. പിന്നെ ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല. വയസ്സിപ്പോൾ 40 ആയി. ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ജഡിക വയസ്സ് വളർന്ന് വിശ്വാസ വളർച്ച 8ാം ക്ലാസ് വരെയേ ഉള്ളൂ. മനസ്സിലായ? ഇനി നമ്മൾ 40 വയസ്സിൻ്റെ പരീക്ഷ ഒപ്പം എഴുതുന്നത് ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ സംഭവിക്കണത്. ഇത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ച് കഴിയുമ്പോൾ എന്നാ പറ്റും? 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് വിശ്വാസ വളർച്ച 40 വയസ്സ് വരെ എത്തും. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ക്രോണോളജിയിൽ തന്നെ വളരുവാൻ, കൂടുതൽ വളരുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം. അതായത് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇത് എത്ര ആധ്യാത്മികമായിട്ട് തോറ്റ് തുന്നമ്പാടി കിടക്കുന്നവനെയും അത് വൃത്തിമേനയായിട്ട് ഉടമ്പടിയിലേക്ക് അവന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഫെയ്ത്ത് ഇയർ അവൻ്റെ വയസ്സിനേക്കാൾ കൂടുതലാകും. നമുക്കറിയാമല്ലോ, എപ്പോഴും ഇപ്പോൾ നമ്മളൊരു ലെൻസ് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ എന്നിട്ട് ലെൻസ് എടുത്തിട്ട് സൂര്യന് നേരെ പിടിച്ചു. അപ്പോൾ ലെൻസ് പിടിക്കുമ്പോൾ തന്നെ തീപ്പെട്ടിക്കൊള്ളി കത്തത്തില്ല, അല്ലേ? ആ ലെൻസിൻ്റെ സൂര്യപ്രകാശം ഫോക്കസ് ചെയ്തിട്ട് ആ മരുന്നിലേക്ക് ഒരു കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് വശം പുകഞ്ഞ് കത്തും. അതുപോലെ ഉടമ്പടി കൃത്യതയിലേക്ക് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പറ്റിയ ദൈവസ്നേഹം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവവിശ്വാസം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവപ്രത്യാശ ഉണ്ടാകണം. ഇതിന് അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേക പ്രത്യാശയുണ്ട്. അതാണ് വിഷയം. ഒരു വിഷയം നമ്മൾ അറിവിൽ ചെയ്യുമ്പോൾ അറിവിൻ്റെ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ഒരു വിഷയം നമ്മൾ
അനുഭവത്തിൽ ചെയ്യുമ്പോൾ അഭിഷേക പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയാം അച്ഛാ മനസ്സിലാകണില്ലെന്ന് പറയും. അത് മനസ്സിലാക്കി തരാം. അതെന്താ ഇപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ദൈവസ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ വിഷയവും. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ടോയ് തോമസ്, വൈഫിൻ്റെ അസുഖം അറിയാമല്ലോ. വൈഫിൻ്റെ ചെറിയ അസുഖമൊന്നുമല്ല. ആ വൈഫിൻ്റെ അസുഖം ആദ്യം ലിംഫോമ എന്ന് പറയുന്ന മുഴയുന്ന ക്യാൻസർ ആണെന്നാണ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാം. അത് ആ രോഗം അഡിനോ കസിനോവ എന്ന് പറഞ്ഞ അതായത് ക്യാൻസറിൻ്റെ 5ാം സ്റ്റേജായി. 5ാം സ്റ്റേജായെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിന് മരുന്നില്ല, അതിന് റേഡിയേഷൻ ഇല്ല, കീമോ ഇല്ല, ഓപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയുള്ള പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ. ഈ പ്രൊഫസറിൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പാലിയേറ്റീവ് കെയറിൽ മാത്രമായിപ്പോയി. കാര്യം ആ രോഗത്തിന് മരുന്നില്ല, കീമോ ഇല്ല, റേഡിയേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലാണ് വൈഫും പ്രൊഫസർ ടോയ് തോമസും കൂടി ഉടമ്പടി എടുക്കുന്നത്. അതായത് ഒരു ക്യാൻസറിന് അതിന് ആ 5th സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അതിന് ഓപ്പറേഷൻ ഇല്ല, കീമോ നടക്കാൻ പറ്റത്തില്ല, പിന്നെ ഓപ്പറേഷനും ഇല്ല, റേഡിയേഷനും ഇല്ല. അപ്പം പിന്നെ എന്താ ഉള്ളത്? മരണത്തിനായി കാത്തിരിക്കുക, ഒരുങ്ങുക മാത്രമേ ഉള്ളൂ ആ വിഷയം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊഫസർ എന്താ ചെയ്യണത്? പ്രൊഫസർ പറയണത്, ഞാൻ ഈ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കർത്താവിനെക്കുറിച്ചും ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമെന്നാണ്. ഇത് ആദ്യം തുടങ്ങിയ പരിപാടിയാണ്, വെറുതെ കൊണ്ടേ കൊടുക്കുകയല്ല. ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്നിട്ട് ഇവർ പറയുന്നത്, അതായത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യാശ ലഭിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട്. അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ഒരു ആത്മീയ പ്രത്യാശ അല്ലത്. അതൊരു സെക്യുലർ ആയിട്ടുള്ള ഹോപ്പാണ്, അറിവിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഹോപ്പാണ്. പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും. എന്താണ്? റോമ 5:5 എടുത്ത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് അറിവിൻ്റെ പ്രത്യാശ അല്ല. ഇത് വെച്ചുകൊണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് വാപിളിച്ചിട്ട് കാര്യമില്ല. ഇതെന്ന് പറയണത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞേ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും, അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ്. പക്ഷേ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പുള്ളി അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത്. പല പ്രത്യാശ, ഇപ്പോൾ ഒരു കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും സാരമില്ല, അവൻ പോയാൽ വേറെ തന്നെ അതിനേക്കാൾ നല്ല ദൈവം തരും. ആ ശരിയാണ് മമ്മി എന്ന് പറയും. അതെന്താണ്? എന്നാലും നല്ലതായിരുന്നു, അവന് PR ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി, പക്ഷെ അത് വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാൾ അവർ ബോണൊക്കെ വിളിച്ചായിരുന്നു, ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു, ഇപ്പം കെട്ടിയതുപോലെയാണ് അവർ പോയത്. പക്ഷേ സംഗതി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കവും ഇല്ല, അവൾക്ക് ഭ്രാന്തിയെപ്പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പം മമ്മി വന്ന് അവളോട് പറയണേ, എടി ഇതിപ്പോൾ അവൻ പോട്ടെ, അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും, ദൈവം അത് നമ്മുടെ കണ്ണിൽ കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ കാറ്റഗസ് അടിച്ച് അവളെ ഏൽപ്പിച്ച് ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും, അതല്ലേ ദൈവം ഇത് മാറ്റിയതെന്നൊക്കെ. ഇതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞ് പറ്റിക്കാവുന്നല്ല, വലിയ കഥയൊന്നുമില്ല. അത് തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും. അപ്പോൾ ഇവൾ പറയും, ആ ശരി മമ്മി, ഇനി ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും. പക്ഷേ എന്ത് പറ്റും? പക്ഷേ എന്ത് പറ്റും? നിരാശ അവളുടെ ഉള്ളിൽ ഇപ്പോൾ നല്ലതായിരുന്നത്, അതിന് നല്ല അതിന് PR കിട്ടുമായിരുന്നു, ഇനി വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ഏത് കാലമാടാണോ വരാൻ പോണത് എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകും. ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മൾ നിരാശ ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും, പക്ഷേ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും.
ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പുറത്തെ കാര്യം എന്താണ്, ഇപ്പം ഇവർ ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ്. അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെയാണ് വരണത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകണത്. നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല. കൊടുക്കണം എന്താണ്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഇതിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ രോഗികളെ നിങ്ങളെ പോയി കാണുന്നു അല്ലേ, രോഗികളെ പോയി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ആരും ചെയ്യണതാണിത്. പക്ഷേ അതല്ല പ്രശ്നം. ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ, ഇപ്പം നമ്മൾ ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത്. അപ്പോൾ അതിനെ ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ സംഭവം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പുണ്യങ്ങൾ. നമ്മളതിനെ പുണ്യങ്ങളെന്നല്ലേ വിളിക്കുന്നത്. പ്രത്യാശയൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ. അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആയിട്ടില്ലെങ്കിലും പ്രത്യാശ ആൾക്കാർക്കുണ്ടല്ലേ, മാനുഷികമായ പ്രത്യാശ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ദൈവദത്തമായ പുണ്യങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവിന് ദാനമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് 5:5 പറയുന്നത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പറഞ്ഞേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, നമ്മിൽ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വൈഫ്, അവർക്ക് അവർ പാലിയേറ്റീവ് കീമോയാണ് എടുത്തത്. വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം. അപ്പം അച്ഛൻ ഒരു മരവിപ്പ് തോന്നുന്നു, അത്രേ ഉള്ളൂ. രോഗം സുഖമാക്കുകയില്ല. രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല, ആ രോഗത്തിന് മരുന്നില്ല, ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല, റേഡിയേഷൻ ഇല്ല, കീമോയും ഇല്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും. ഇവർ പറയുന്ന വാക്കതാണ്, ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന്. ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ്, ദൈവികമായ പ്രത്യാശയാണ്. ഇവരെന്നോട് ചോദിക്കും, ഇവർ കണ്ണാടി നോക്കി ചോദിക്കണം, കർത്താവേ എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന്. കീമോയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ മുടി കൊഴിയണില്ല. കാര്യം നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അഭിഷേക വിധിപ്രകാരമുള്ള പ്രത്യാശയാണ്. ഇത് ദൈവത്തിന് സാധിക്കുന്നത്, നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. ദൈവികമായി ദാനം നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴല്ല, അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പ്രത്യാശയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈ നെഞ്ചത്ത് വെച്ചൊന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് നടക്കുന്നത് വരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ദൈവസ്നേഹ സ്നിഗ്ധമായ പ്രത്യാശയാൽ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ, നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണി മേടിക്കുന്നത്. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ചില ആൾക്കാരെന്ത് ചെയ്യും? അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കും. ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും. എന്നിട്ട് എന്താ? ഒറ്റ ചെയ്താണ്. ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവരിവിടെ വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും. അവർ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ 1 മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന്. അതാണ് സംഭവം. ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക. എന്താണ്? സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പം അങ്ങനെ വരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല. പക്ഷേ ലാഗിങ് വന്നാലും വന്നില്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ള കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും. ഒരു കംപ്ലൈൻറ്റും ചെയ്യത്തില്ല. എന്താ കാര്യം? അതിന് ടൈം ആകുമ്പോൾ കർത്താവ് കൃത്യമായിട്ടത് ചെയ്യും. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്, ഈ എല്ലാ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ പറഞ്ഞ ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക. അവർ ആ ചേട്ടായി എന്താ ചെയ്യണത്? അവർ കോളേജ് പ്രൊഫസറാണ്, പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങളും അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? റേഡിയേഷൻ പറ്റത്തില്ല, ഓപ്പറേഷൻ പറ്റത്തില്ല, കീമോ പറ്റത്തില്ല. പക്ഷേ എന്ത്? പാലിയേറ്റീവ് കീമോ, മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുക. ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് 2 കീമോ 3ാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് 99% ഇവർ സുഖപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവർ ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് എന്താണ്, അത് തന്നെ ഒരു ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി. കാര്യം കാര്യം ഇത് ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തായിരുന്നു. ഇപ്പം ഞാൻ 3-4 പേര് ഇതിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, വ്യക്തമായ ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും തലകുത്തി മറിഞ്ഞാലും ഞങ്ങളുടെ തലകുത്തി മറിയത്തില്ല. എന്താ കാര്യം? ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കണം. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതോളം കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ്. മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ, സത്യമായിട്ടും കണ്ടുള്ളൂ. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട്, അനുഭവത്തിലൂടെ നേരെയും. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് തോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുക പറയും, ഇന്ന് കഠോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴവില്ല് പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കളങ്കമില്ലാതെ പരമാർത്ഥത വേണം. അല്ല വെക്കുവോ? അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കുവോ? അത് മഴവില്ല് ചുമ്മാ കണ്ടതല്ലേ? ആകാശത്ത് കാണാം മഴവില്ലൊക്കെ, പിന്നെ അച്ഛൻ പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞില്ലെങ്കിലും മഴവില്ല അവിടെ ഉണ്ടാകത്തില്ലേ? ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ പരമാർത്ഥതയോടെ. കാര്യം എന്താണ്? കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെയറിയാമല്ലോ. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാകും. അപ്പോൾ ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം. ഇങ്ങനെയല്ല നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ വിവേചിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത്. കാര്യം എന്താണ്? ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും. എന്താണ്? ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലുള്ള ശാരീരികമായ ഫിസിക്കൽ ഫിനോമിന ഉണ്ടാകും. ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേര് ഇരട്ട അഭിഷേകം എന്ന് പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും. ഒരു പ്രത്യേക നമ്മൾ ഒരു പൂരണിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. കേൾക്കുന്നവർക്കും ഉണ്ടാവും, പറയുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോമെറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളുടെ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത്. അപ്പോൾ അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത്, മഴവില്ല് വരണത്. അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്നു വിളിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് നമ്മുടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ
ഒരു സ്വർണത്തിൻ്റെ വടി കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എൻ്റെ ജന്മത്തിൽ ഞാൻ 5:30 എഴുന്നേരം ചരിത്രമില്ല. എനിക്ക് 35 വയസ്സായി. 35 കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ 8 മണിക്കൊക്കെ എഴുന്നേക്കണത്. ഞാനെങ്ങനെയാണ് 5:30 എഴുന്നേക്കണത്? അപ്പോൾ അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് 5:29 ആയപ്പോൾ കൃപാസനം വാതിക്കെ നിൽക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 5:30. അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനുഭവം കിട്ടും, നേരിട്ട്. അതായത് ഒന്നാമത്തെ കൃപാസനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം. ഇവരുടെ കാര്യം, ഇവർക്ക് ഈ ക്യാൻസർ 99% കുറഞ്ഞല്ല, പിന്നെ 1% ഉള്ളു. അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു. അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത്? പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ, കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്രയും കുറഞ്ഞിരിക്കണത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി പേര് കാണാനുണ്ട്, ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ. അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി. പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. അല്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ്. ചേന്നമംഗലത്ത് ഞാൻ ഈ ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. 1800 കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് യഹൂദ പള്ളി ചെന്ന്, ആ പള്ളി ഒത്തിരി ഏടാകൂടങ്ങളിൽ പോയിട്ടാണ് പള്ളിയിലെത്തിയത്. പള്ളി അടച്ചിട്ടിരിക്കാൻ. പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കെ നിന്നിരിക്കുന്ന ഒരാളിനെ വേണ്ടി ഞാൻ വിളിച്ചിട്ട്, ഞാൻ കാറിലോട്ട് വിളിച്ചപ്പോൾ അയ്യോ ജോസഫത്തല്ലേ, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു. അപ്പോഴെന്ത്, അച്ഛാ ഞങ്ങൾ സാക്ഷ്യം പറയാനിരിക്കുകയാണ്, 1% കൂടിയേ എനിക്ക് ക്യാൻസർ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഏറ്റെടുത്ത്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സഞ്ചാരി മാതാവ് ഇതാണ് സംഭവം. ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയുന്നത് ജീവനോടെ അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തുനിന്ന് ഒഴുകിയാൽ മതി. മനസ്സിലായോ? ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി. അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാരണം, ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാണ് ഉടമ്പടി. എന്താ കാര്യം, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക, സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സ്പീഡാകുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് പറ്റുന്ന ചിലക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങളിങ്ങനെ പൊട്ടം കാണാനെ പോലെ തപ്പിയും തടഞ്ഞു വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യോ, ഇനി അതെവിടെ കൊടുക്കാനാണ്, രോഗികളെ കാണാനാണ്, ആരെ കാണാനാണ്, നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ കൊള്ളാം, നല്ല പരിപാടിയെ പോയി. അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പാവത്തിനൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത്, അവരെയാണല്ലോ പോയി കാണേണ്ടത്. അപ്പോൾ അവരെ പോയി കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല, ഇവരുടെ മനുഷ്യരുടെ സംസർഗം അതാണ്. നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല, അത്രയും ബന്ധമുള്ളു. അങ്ങനെ മനുഷ്യനുമായിട്ട്, സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പോഴെന്തേ ഉടമ്പടി എന്ത് ചെയ്യും, അവരെ തിരക്കിപ്പോകും. തിരക്കിപ്പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി, അത് ഓർത്തേക്കണം. ഉടമ്പടി അപ്പോൾ നിങ്ങൾ, ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി, ഞങ്ങളത് കണ്ടു, രോഗികൾ കണ്ടു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ കാര്യം നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലാണ് അത് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തികളും അങ്ങയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി ചെയ്യുവാൻ ഇടയാക്കണമേ.